ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ആരാണെന്ന് ജനങ്ങൾക്കറിയാവുന്നതാണ്. മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ആർ ശങ്കർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിൻ്റെ കാലത്താണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കേരളത്തിൽ ആരംഭിക്കുന്നത്. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല പെൻഷൻ ആരംഭിക്കുന്നത്. അതുപോലെ കടം 2021 അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. ഈ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിൻ്റെ. എങ്ങനെയാണെന്നറിയാം, കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ്റിന്. എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, കോവിഡൊക്കെ മാറി, അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും. തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിൻ്റെയും ശതമാന കണക്കാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നത്തെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള 2025-26 ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു? 1,52,000 കോടി അല്ലേ ആയിരുന്നു. ഇപ്പം ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് ആ വരുമാനം കിട്ടിയിരിക്കുന്നത്? 1,37,000 കോടി. 15,000 കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ്. ചെലവ് 1,79,000 കോടി പറഞ്ഞെടുത്ത് 1,73,000 കോടി. കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റിൽ 27,000 കോടി, 36,000 കോടി എസ്റ്റിമേറ്റ് വന്നു. ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇനി ഇപ്പോഴാണ് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല. കാരണം 2024 ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത്. അവർ ഈ സമയത്ത് പേ കമ്മീഷൻ വെച്ചില്ല, പേ കമ്മീഷന് പ്രവർത്തിക്കാൻ സമയം കൊടുത്തില്ല. പേ കമ്മീഷനെ നിയമിച്ച് അവരുടെ പ്രവർത്തനം നടത്തി അവർ റിപ്പോർട്ട് കൊടുത്ത് അത് നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് അവസാനത്തെ പോണ പോക്കിൽ പേ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. ഇനി അതിൻ്റെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട ആരാ? അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് പേ കമ്മീഷൻ നടപ്പാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം. അപ്പോൾ 1 രൂപ അതിൽ ചിലവാക്കിയിട്ടില്ല. 1 രൂപ പേ കമ്മീഷൻ റിവിഷൻ വരുമ്പോൾ 5 കൊല്ലത്തെ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ബാധ്യത ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. DA കുടിശ്ശിക. ഇപ്പം DA പ്രഖ്യാപിച്ചത് ഇപ്പം ഈ മാസത്തെ മാർച്ചിലും DA ആണ് പ്രഖ്യാപിച്ചത്. ഇലക്ഷൻ ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. DA കുടിശ്ശികയുണ്ട്, 6 DA കുടിശ്ശികയുണ്ട്. ഹ്യൂജ് എമൗണ്ടാണ്. സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് ഈ ഗവൺമെൻറ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് 1,00,000 കോടിയാണ്. 1,00,000 കോടി അത് കൊടുക്കാതെയാണ് പോകുന്നത്. അത് അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം കെട്ടിവെച്ചിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും ഞാൻ വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞു. കേരളം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് വന്യജീവി ആക്രമണം. കഴിഞ്ഞ വർഷം 48.85 കോടി, ഈ വർഷം അത് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം വീണ്ടും വർദ്ധിപ്പിച്ചു 70 കോടി, ഈ വർഷം 100 കോടിയാക്കിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ചെലവഴിച്ചതിൽ ആകെ 42% മാത്രമാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇത്രയും രൂക്ഷമായ വന്യജീവി ആക്രമണം നടത്തുന്ന സമയത്ത് നീക്കി വെച്ച തുക ചെറുത്, എന്നിട്ട് അതിൻ്റെ 42% ചെലവാക്കിയ ആളുകൾ പറയാം ഞങ്ങൾ ഈ പ്രാവശ്യം 100 കോടിയായിട്ട് ഉയർത്തുമെന്ന്. എത്ര ഉയർത്തിയാൽ എന്താ? 35-40 മാത്രമാണ് ചെലവാക്കുന്നത്. അതുപോലെ തന്നെയുള്ള ലൈഫ് മിഷൻ പദ്ധതി വലിയ തുക അനുവദിച്ചു. എത്ര രൂപയാണ് ചെലവാക്കിയതെന്നറിയാം? 20% ചെലവാക്കിയത്. 20%. റബ്ബർ കർഷകർക്ക് 2015 150 രൂപ UDF ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ഈ 10 കൊല്ലം കൊണ്ട് 50 രൂപയാണ് കൂട്ടിയത്. 50 രൂപ 250 രൂപയാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ 10 കൊല്ലം കൊണ്ട് കൂട്ടിയത് വെറും 50 രൂപ മാത്രമാണ്. കിഫ്ബി പദ്ധതികൾ ഒന്നും നടക്കുന്നില്ല. നമുക്കറിയാം എല്ലാ പദ്ധതികളും അതിൻ്റെ ബാധ്യതയാണ്. നെല്ല് സംഭരണം തകർന്ന് തരിപ്പണമായി. അതുപോലെ തന്നെയുള്ള നിരവധി വിഷയങ്ങൾ ആരോഗ്യരംഗത്ത് ഉള്ള ആരോഗ്യ ഇൻഷുറൻസ്, കാരുണ്യ ഇൻഷുറൻസ്, അതിനെക്കുറിച്ചൊക്കെ വലിയ ക്ലെയിമൊക്കെ നടത്തിയെങ്കിലും
1200 കോടി കുടിശ്ശികയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ്, കാരുണ്യ ബെനവലൻ്റ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ SC വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. SC വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ചത് 500 കോടിയാണ്. ST വിഭാഗത്തിൻ്റെ വെട്ടിക്കുറച്ചത് 112 കോടിയാണ്. അത്രയും രൂക്ഷമായിട്ടുള്ള സംഭവമാണ്. ഈ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല. ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ കാപട്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. മുഴുവൻ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ്. പ്ലാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു പ്ലാന്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ച പെറ്റി കിടക്കുന്നൊരു ഖജനാവിൻ്റെയും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ്. റവന്യൂ, ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലി എന്താ? റവന്യൂ വരവാണ്. ഇന്ത്യയിൽ GST നടപ്പിലാക്കിയപ്പോൾ കൺസ്യൂമർ പോയിന്റിൽ പോയിന്റിൽ ടാക്സ് ഉള്ള GST ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളമായിരുന്നു നമ്പർ 1 ബെനിഫിഷ്യറി ആവേണ്ടത്. 30% നികുതി വരുമാനം ഉണ്ടാകേണ്ട ഒരു സംസ്ഥാനത്ത് 10% താഴെ നികുതിയുടെ ഗ്രോത്ത് ഉള്ളൂ.